സ്ലീഹ ആറാം വെള്ളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നികുതി വിവാദം. റോമൻ സാമ്രാജ്യത്തിന്റെ നാണയമാണ് ക്രയവിക്രയങ്ങൾക്ക് സുലഭമായി അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അത് വിജാതീയ നാണയമായിരുന്നതിനാൽ ദേവാലയത്തിൽ കാണിക്ക അർപ്പിക്കാൻ യഹൂദ നാണയം തന്നെ വേണമായിരുന്നു. തിരുനാൾ ദിനങ്ങളിലും മറ്റും ദേവാലയത്തിൽ തന്നെ റോമൻ നാണയം മാറ്റി യഹൂദ നാണയങ്ങൾ മാറ്റിക്കൊടുക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ടിരുന്നു. യേശു ഇടപെട്ട് ആ നാണയമാറ്റക്കാരെ മുഴുവൻ അടിച്ചോടിക്കുന്ന സംഭവം നാം വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. യേശുവിനോട് ഇക്കാരണത്താൽ ഫരിസേയ പ്രമാണികൾക്ക് വലിയ വെറുപ്പുണ്ടായിരുന്നു. അതിനാൽ വിജാതീയരായ ചിലരെ കൂട്ടുപിടിച്ച് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ അവനെ സമീപിച്ച്, സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് 17-ാം അധ്യായത്തിൽ ചോദിക്കുന്നു. റോമൻ അധീനതയിലായിരുന്നതിനാൽ അത് കൊടുക്കാൻ യഹൂദനും ബാധ്യസ്ഥനാണ്. പക്ഷെ അത് വിഗ്രഹാരാധനയാണെന്ന് തീവ്രവാദികളായ ഫരിസേയ യഹൂദർ വിശ്വസിക്കുന്നു. അതിനാൽ ഏത് ഉത്തരം പറഞ്ഞാലും യേശു ചോദ്യം ചെയ്യപ്പെടും. നികുതിക്കുള്ള പണം എന്നെ കാണിക്കുക എന്ന് യേശു ആവശ്യപ്പെട്ടു. അവർ അത് അവനെ കാണിച്ചു. നാണയത്തിലെ സീസറിന്റെ മുദ്ര പോലെ മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തിന്റെ മുദ്ര പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ശരീരവും ആത്മാവുമുള്ള മനുഷ്യൻ ഒരേ സമയം ഭൂമിയിലും സ്വർഗത്തിലും പൗരത്വമുള്ളവനാണ്. ഭൂമിയിലെ അസ്തിത്വത്തിൽ നിന്ന് സീസറിനെ പോലുള്ള ലോകത്തിലെ അധികാരികൾക്ക് വിധേയപ്പെട്ട് ജീവിക്കണം. എന്നാൽ ആത്മാവിൽ മുദ്ര പതിച്ചത് ദൈവമായതിനാൽ അദ്ദേഹത്തിന്റെ അധികാരം അവനെ കയ്യിലേൽപ്പിക്കണം. നാണയത്തിൽ സീസറിന്റെ മുദ്രയുള്ളതിനാൽ സീസറിനുള്ള സീസറിന് കൊടുക്കുക, ദൈവത്തിനുള്ള ദൈവത്തിനും. ഈ യുദ്ധത്തിൽ അവർ സ്തബ്ധരായി. ശിഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ രണ്ട് പൗരത്വത്തെക്കുറിച്ചും ബോധമുള്ളവരാകണം. സ്വർഗത്തിലെ നല്ല പൗരൻ ഭൂമിയിലും നല്ല പൗരനായിരിക്കും. ലോകത്തിലെ അധികാരികൾ പ്രജകൾക്ക് കൽപ്പനകളുടെ ആജ്ഞകൾ നൽകുമ്പോൾ ദൈവം നമ്മുടെ മനസ്സാക്ഷിയിലൂടെ ആജ്ഞകൾ നൽകുന്നു.